ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് കുറച്ച് പേര് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നല്ലൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഒരു 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് യാതൊരു പാടുമില്ല. ഞാൻ ബാറ്റർ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആ വറക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ഇല്ല, നിങ്ങൾക്ക് ബാറ്റർ ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടീസ്പൂണും കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഒരു ടീസ്പൂണും വിനാഗിരിയും ഒരു മുട്ടയും, വിനാഗിരി 1/2 ടീസ്പൂണാണ്, ഒരു മുട്ടയും മൈദ 3 ടേബിൾ സ്പൂണും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഈ ചിക്കനെല്ലാം നമുക്കൊന്ന് ബാറ്റർ ഫ്രൈ ചെയ്യണമല്ലോ, അപ്പം അതൊന്ന് പിടിച്ചിരിക്കാനായിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ മുട്ടയുടെ വെള്ളയുണ്ട്, ഉണ്ണിയുണ്ട്, കുറച്ച് വിനാഗിരിയുണ്ട്, എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ട് കട്ടിയായിട്ട് അങ്ങ് പിടിച്ചിരുന്നോളും. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഓരോ ചിക്കൻ പീസസിലും ആകത്തക്കവണ്ണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ആ ഒരു ടേസ്റ്റ് അതിലോട്ട് പിടിക്കുകയും ചെയ്യും, ഇതിലെ കോട്ടിങ് കുറച്ചുകൂടെ കട്ടിയാവുകയും ചെയ്യും. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ, നിങ്ങൾക്കത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ അതിന് വേണ്ട സോസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിന് 3 സോസുകളാണ് വേണ്ടത്. ഞാൻ ഡാർക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്, അത് 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ സോയാ സോസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കണം. പിന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ സ്വീറ്റ് ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ മധുരം കൂടി ഇല്ലാത്ത ചില്ലി സോസ് ആണെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ഇച്ചിരി വലുതായിട്ട് മുറിച്ച ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് സെലറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ, പക്ഷേ ഞാനത് ചേർത്തില്ല കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 8 പച്ചമുളക് നടുവേ മുറിച്ചിട്ട് കുറച്ച് വലിയ പീസസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 8-9 സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറയാമേ. പിന്നെ നിങ്ങൾക്ക് ഇതൊരു സെമി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളത്തിൽ വേണം നിങ്ങൾ ഈ സോസുകളെല്ലാം ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ട് കിട്ടും. പിന്നെ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കലക്കി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവറേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഇച്ചിരി നല്ല ചൂടിലായിരിക്കണം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല പൊടിയായിട്ട് അരിയണം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കനം കുറച്ച് നീളത്തിലരിയണം, വളരെ കനം കുറച്ച്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി നല്ലത് കൊത്തി അരിയുന്നതാണ് കുറേ കൂടി എളുപ്പം അല്ലേ. ചിലപ്പോൾ അത് തന്നെയല്ല, ഇഞ്ചിയൊക്കെ എത്ര കനം കുറച്ചാലും ചിലപ്പോൾ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊന്ന് സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് പച്ചമുളക് ഇടണം. നിങ്ങൾക്കറിയാലോ, ഈ ചൈനീസിൽ ഒരുപാടങ്ങ് വഴന്നു പോകരുത്, പെട്ടെന്ന് വേണം ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പച്ചമുളക് ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കണം. സവാള ഇച്ചിരി വലുതായിട്ട് തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ചിലർ ഒരു സവാളയുള്ളിയൊക്കെ ചേർക്കുള്ളൂ, നമുക്ക് അതായാലും മതി. ഒറ്റ ഉള്ളി കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കാം. ഉള്ളി ഒരു 3 എണ്ണമായാലും കുഴപ്പമില്ല. ഞാൻ ഒരു മീഡിയം സൈസിലുള്ളത് 2 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചൈനീസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും അങ്ങ് വഴന്ന് ഇതിൻ്റെ ആ ക്രഞ്ചിനെസ് അങ്ങ് മാറരുതേ, നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം വഴറ്റി കഴിയുമ്പോഴും. വഴറ്റിയപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു. നമുക്കതിലോട്ട് ഈ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. പിന്നെ നിങ്ങൾക്കറിയാലോ, സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് എപ്പോഴും വളരെ കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും അവസാനമേ നമ്മൾ പിന്നെയും ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ, സോയാ സോസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട്. കാരണം സോയാ സോസിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ഉപ്പുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെച്ചിട്ട് വേണം ആദ്യം ഉപ്പ് ചേർക്കാനായിട്ട്. ചിക്കനിൽ പുരട്ടി വെക്കുമ്പോഴായാലും ഉപ്പ് ചേർക്കുന്നത് അത് ആലോചിച്ചോട്ട് വേണേ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒപ്പമാണ് ഇത് കഴിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഗ്രേവി ഉള്ളതായിരിക്കും നല്ലത്, സെമി ഗ്രേവി ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വെള്ളത്തിലോട്ട് ആ സോസുകൾ കലർത്തിയാൽ മതി കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 കളറുള്ള ക്യാപ്സിക്കമാണ് ഇട്ടിരിക്കുന്നത്. 2 മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ.
ക്യാപ്സിക്കം ആയാലും വഴന്ന് അങ്ങ് സോഫ്റ്റ് ആയി പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ടിടാം. ഇത് പിന്നെ മുട്ട പുരട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് അധികം അങ്ങ് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വറുത്തെടുക്കുമ്പോൾ ചെറിയ തീയിലുമായി പോകരുത്, ഒരുപാട് കൂടിയ ഫ്ലെയിമിലുമായി പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് അഥവാ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട ഇട്ടിട്ടുള്ളത് കൊണ്ട് അധികം ഒട്ടിപ്പിടിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫോർക്ക് കൊണ്ട് പെതുക്കെ ഇങ്ങനെയൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെത് അധികം ഒന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നു. 2-3 പീസുകളെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിപ്പുള്ളായിരുന്നേ. ഞാൻ അത് മുഴുവൻ വറുത്തെടുക്കുന്നത് കാണിക്കുന്നില്ല, ഒരു പ്രാവശ്യം വറുത്തെടുക്കുന്നതേ കാണിക്കുന്നുള്ളൂ. ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നമുക്ക് സ്പ്രിംഗ് അനിയൻ വേണം. സ്പ്രിംഗ് അനിയൻ്റെ താഴത്തെ വെള്ളഭാഗവും വേണം, മുകളിലത്തെ പച്ച ഭാഗവും വേണം. വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാനുള്ളത് വെള്ളഭാഗമാണ്. മുകളിലത്തെ പച്ച കളറുള്ള ഭാഗം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാമേ. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് അതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ സെലറി എടുത്ത് വെച്ചെങ്കിലും എന്തുകൊണ്ടോ എനിക്കിടാൻ തോന്നിയില്ല, സ്പ്രിംഗ് അനിയൻ മാത്രം മതി എന്ന് തോന്നി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സെലറിയും കൂടി ഇടാം കേട്ടോ. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു 1-2 ടേബിൾ സ്പൂൺ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ ഒട്ടും ഗ്രേവി ഇതിന് വേണ്ടാത്തത് കൊണ്ട് ഇച്ചിരി പോലും ഞാൻ ഒഴിക്കുന്നില്ല. ആകെപ്പാടെ 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇപ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതും ആ സോസുകൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതാണ് ദേ ഇപ്പോൾ ഒഴിക്കുന്നത്. പിന്നെ കോൺഫ്ലവർ കലക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിലും ഒരു 1/4 കപ്പ് കാണും. അങ്ങനെ എല്ലാം കൂടെ ഒരു 1/2 കപ്പേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനെല്ലാം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന രീതിയിൽ. പിന്നെ ഞാൻ ചില്ലി സോസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ചില്ലി സോസ് നമുക്ക് ചുമന്നത് തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്, റെഡ് ചില്ലി സോസ് തന്നെ. കാരണം നമുക്കിതിനൊരു ഇച്ചിരി ചുമന്ന കളർ വരുന്നതല്ലേ നല്ലത്. നമ്മളിതിന് ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം റെഡ് ചില്ലി സോസ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നിറം കൂടെ കിട്ടുമല്ലോ. ഇവിടെ അധികം ഗ്രേവി വേണ്ടാത്തത് കൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവറേ ഞാൻ കലക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് സെമി ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി വെക്കണേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണെന്ന് എനിക്കറിയാം. പക്ഷേ തുടക്കക്കാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ആർക്കും മുഷിവ് തോന്നരുതേ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കോൺഫ്ലവർ കലക്കുകയാണ്. നിങ്ങൾ ഇത് ഒഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതൊരിച്ചിരി നേരത്തെ കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ എപ്പോഴും ആ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് കേട്ടോ. കോൺഫ്ലവർ നന്നായിട്ട് ഈ കറി ഒന്ന് ചൂടാകുമ്പോഴാണ് ആ കോൺഫ്ലവറിൻ്റെ ആ ഒരു ഗുണം വന്നു തുടങ്ങുന്നത്. പെട്ടെന്ന് അങ്ങ് കുറുകും. അപ്പോൾ നിങ്ങൾ ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോഴേ അത് നിർത്തിയില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയാവും. അതുകൊണ്ട് ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നിർത്തിയിട്ട് കുറച്ചൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഗ്രേവി കറക്റ്റ് ആണോ എന്ന് നോക്കണം. മിക്കവാറും അത് കറക്റ്റ് ആവും. ആയില്ലെങ്കിൽ പോലും ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിക്കോളും. ഇപ്പം ഞാൻ കുറച്ച് സ്പ്രിംഗ് അണിയൻ്റെ ആ ഒരു ഗ്രീനും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പാത്രത്തിലോട്ട് അത് സെർവ് ചെയ്യാം. ഇടയ്ക്ക് ഓരോരുത്തരെ ഓരോ റെസിപ്പികൾ കാണിക്കാമോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അതെനിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ. പക്ഷേ ഉടനെ തന്നെ എനിക്കത് കാണിക്കാൻ പറ്റാത്തത്, നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ച വീഡിയോസ് കുറച്ചുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ തീർന്നിട്ട് എത്രയും വേഗം ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഓരോരോ റെസിപ്പികൾ ഇടാമേ. ഇപ്പോഴത്തെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഒന്നാന്തരമായിട്ട് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അളവുകളൊന്നും തെറ്റാതെ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്